നാടോടി കാഴ്ചകളിലേക്ക് സ്വാഗതവുമായി നാരായണൻ കുട്ടമത്ത്. താജ്മഹലിൽ നിന്നും ഞങ്ങൾ പോയത് ആഗ്രയിലെ ചെങ്കോട്ട എന്ന് വിളിക്കുന്ന ആഗ്ര ഫോർട്ടിലേക്കായിരുന്നു. യഥാർത്ഥ ചെങ്കോട്ട ഡൽഹിയിലാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. താജ്മഹലിൽ നിന്നും ഏകദേശം 2.5 കിലോമീറ്റർ ദൂരമേ യമുനാ നദിക്കരയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ആഗ്ര കോട്ടയിലേക്കുള്ളൂ. ആഗ്ര കോട്ട കാണുന്നതോടൊപ്പം നമുക്ക് വിവരണങ്ങൾ കേൾക്കാം. 1638 തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റുന്നതുവരെ മുഗൾ രാജാക്കന്മാരുടെ ആസ്ഥാന മന്ദിരമായിരുന്നു ആഗ്ര ഫോർട്ട്. 1530 മുഗൾ ചക്രവർത്തിയായിരുന്ന ഹുമയൂണിൻ്റെ കിരീടധാരണം നടന്നത് ഇവിടെ വെച്ചാണ്. അതിപുരാതനമായ ഈ കോട്ട അക്ബർ ചക്രവർത്തിയാണ് ചുവന്ന മണൽക്കല്ലുകൾ ഉപയോഗിച്ച് പുതുക്കിപ്പണിതത്. പിന്നീട് അക്ബറിൻ്റെ പൗത്രനായ ഷാജഹാൻ വെളുത്ത മാർബിളുകൾ ഉപയോഗിച്ച് ഈ കോട്ട വികസിപ്പിച്ചു. കോട്ടയുടെ കുറച്ച് ഭാഗത്ത് ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്നു. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള കോട്ടയുടെ തെക്ക് കിഴക്ക് ഭാഗമാണ് സന്ദർശകർക്ക് തുറന്നു കൊടുത്തിരിക്കുന്നത്. 1857 നടന്ന ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാന യുദ്ധവേദികളിൽ ഒന്നായിരുന്നു ഇത്. കോട്ടയുടെ പുറംഭാഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നാം കാണാൻ പോകുന്നത് കോട്ടയുടെ ഉൾഭാഗമാണ്. ഇവിടെ നേരെ കാണുന്ന മുറിയിലാണ് മകനായ ഔറംഗസേബ് ഷാജഹാനെ വീട്ടുതടങ്കലിൽ പാർപ്പിച്ചത്. ഈ മുറിയിൽ നിന്ന് നോക്കിയാൽ ദൂരെ താൻ പണികഴിപ്പിച്ച താജ്മഹൽ ഷാജഹാനെ കാണാൻ കഴിയുമായിരുന്നു. ജഹാംഗീർ മഹൽ, ഖാസ് മഹൽ, ദിവാനിയാസ്, ഭിത്തികളിൽ മുഴുക്കെ കണ്ണാടികൾ പതിപ്പിച്ച ശീഷ് മഹൽ എന്നിവയൊക്കെ ആഗ്ര കോട്ടയുടെ ഭാഗങ്ങളാണ്. ഇതാണ് ദിവാനിയാം. ഗോകുലത്തിലെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.